നിങ്ങൾ പറഞ്ഞ പോലത്തെ വെബ്സൈറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ഇതിപ്പോൾ നമ്മളെ വെബ്സൈറ്റ് വരും. ഇതിൽ നിങ്ങളെ കാറ്റഗറീസ്, അതായത് എന്തെങ്കിലും സാധനം ഉണ്ട് അതെല്ലാം ഇവിടെ കാണിക്കും. പിന്നെ പ്രൊഡക്ട്സ്, പിന്നെ ട്രെൻഡിങ് പ്രൊഡക്ട്സ്, റെക്കമെൻഡഡ് പ്രൊഡക്ട്സ്, ഇതെല്ലാം ശരിക്കും ഡാറ്റ വെച്ചിട്ട് മാറുന്നതാണ്. എല്ലാം ഒരേ പ്രൊഡക്റ്റ് കാണിക്കുന്നതല്ല. ഈ യൂസർ വാങ്ങുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ലിമിറ്റഡ് ഓഫേഴ്സ്, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ ബെസ്റ്റ് പ്രൊഡക്ട്സ്, റിലേറ്റഡ് പ്രൊഡക്ട്സ്, പ്രൊഡക്റ്റ് ഹിസ്റ്ററി, പിന്നെ ഇങ്ങനെ വരുന്നു. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും റീസെല്ലർ വന്നിട്ട് സാധനത്തിൻ്റെ ഫോട്ടോ എല്ലാം കണ്ട് ഏത് കളറ്, ഏത് സൈസ് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. മറ്റേ സൈറ്റ് പോലെയല്ല. അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുത്ത് നമ്മൾ കാർട്ടിലത് ആഡ് ആവും. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുന്നു. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചോദിക്കും. അപ്പോൾ ലോഗിൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. എന്നിട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുക. തൽക്കാലം ഡെമോ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ഫോൺ നമ്പർ കൊടുത്തിട്ട് ഷിപ്പ് ദിസ് അഡ്രസ്സ്. പിന്നെ 3 പേയ്മെൻറ്റ് മെത്തേഡുണ്ട്. ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി, പിന്നെ COD അഡ്വാൻസ്. അതായത് നമുക്കിപ്പം നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റിന് മുന്നേ നിങ്ങൾ അഡ്വാൻസ് നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് 1000-ൻ്റെ ഒരു പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ 200 നമുക്ക് അഡ്വാൻസ് വാങ്ങാൻ പറ്റും, ഷിപ്പിംഗ് ചാർജ്. അല്ലെങ്കിൽ മൊത്തം ഓൺലൈൻ. COD അഡ്വാൻസ് കൊടുത്തിട്ട് യൂസ് ദിസ് പേയ്മെൻറ്റ് കൊടുത്താൽ ഡേറ്റും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പ്ലേസ് യുവർ ഓർഡർ അത് കൊടുത്താൽ ഓർഡർ പ്ലേസ് ആവും. എന്നിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് 4 റുപ്യ വരുന്നത്, ആ 4 റുപ്യ നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോഴത്തെ സൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്ക്രീനിലോട്ട് ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മളെ ഇമെയിൽ ID ഇത് പഠിച്ചിട്ട് പേയ്മെൻറ്റ് അടിക്കുക. പേയ്മെൻറ്റ് വെരിഫൈ. അപ്പോൾ ഇതിന് അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നോട്ട് ഡെലിവേർഡ് കാണിക്കും, നോട്ട് പെയ്ഡ് എന്ന് കാണിക്കും. അവരെ ഓർഡർ ഐറ്റംസ് കാണിച്ചെടുക്കാൻ പറ്റും. ഇവർക്കിപ്പോൾ സെല്ലറിൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് മൈ പ്രൊഫൈൽ എടുത്താൽ അവരെ ഓർഡേഴ്സ്, പിന്നെ ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ്, പാസ്വേഡ്, ഇമെയിൽ മാറ്റാൻ പറ്റും. ഓർഡേഴ്സ് എടുത്താൽ അവർ ഓർഡർ ചെയ്ത സാധനം അവർക്ക് കാണാൻ പറ്റും. പിന്നെ റിലേറ്റഡ് പ്രൊഡക്ട്സ്, ഹിസ്റ്ററി, ഇതെല്ലാം ഫുൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്ന സാധനമാണ്. ഇതിപ്പോൾ അവരെ സൈഡ് റീസെല്ലർ നമ്മളെ നിങ്ങൾക്കിപ്പോൾ പ്രൊഡക്റ്റും അതെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് അഡ്മിൻ കൊടുത്താൽ മതി. അഡ്മിൻ കൊടുത്താൽ നമുക്ക് ഇത് അഡ്മിൻ വേണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എത്ര കച്ചവടം വന്ന്, ടോട്ടൽ സെയിൽസ്, ഓർഡേഴ്സ്, പിന്നെ എത്ര പ്രൊഡക്ട്സ് ഉണ്ട്, ഇതെല്ലാം കൊടുക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരും. പിന്നെ എന്തെല്ലാം വിറ്റ്, ഫുൾ സാധനം, ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും. ഇതിൽ പിന്നെ പ്രൊഡക്റ്റ്സ് എടുത്തിട്ട് നിങ്ങളിപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതല്ല, ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ക്രിയേറ്റ് പ്രൊഡക്റ്റ് എടുത്തിട്ട് പ്രൊഡക്റ്റിൻ്റെ പേര് ഇത് ജനറേറ്റ് കൊടുക്കുക, കാറ്റഗറി ചൂസ് ചെയ്യുക, പിന്നെ ബ്രാൻഡ്, പിന്നെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. അതെല്ലാം 2-3 ഒരുമിച്ച് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ കളറ്, സൈസ്, പുതിയ സാധനമാണോ അല്ലെങ്കിൽ ഫീച്ചേർഡാണോ അതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെ എടുത്തിട്ട് പബ്ലിഷ് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുത്താൽ സാധനം പുതിയ പ്രൊഡക്റ്റ് അപ്ലോഡ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ വന്ന് ഓർഡേഴ്സെല്ലാം കാണാൻ വേണ്ടി ഇവിടെ ഓർഡേഴ്സ് കൊടുത്താൽ മതി.
ഇപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ വന്നാൽ ഇപ്പോൾ വന്ന ഓർഡർ കാണാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങളിപ്പോൾ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ആസ് പെയ്ഡ്, അവർ പൈസ അടച്ചു നിങ്ങൾക്ക് സാധനം വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് ആസ് പെയ്ഡ് കൊടുക്കുക. ഇത് 4/9 അടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കയ്യിൽ പൈസ കിട്ടിയാൽ മാർക്ക് ആസ് പെയ്ഡ് കൊടുക്കുക. പിന്നെ കസ്റ്റമേഴ്സ് എത്ര ആൾക്കാർ ഇതിലുണ്ട് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പേജസ് എന്ന് വെച്ചാൽ നമുക്കിപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഓഫർ ഒന്നും കൊടുക്കണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പേജ് ആക്കിയിട്ട് പെട്ടെന്ന് ഓഫർ കൊടുക്കാൻ പറ്റും. പിന്നെ സെറ്റിങ്സ് കാരണം നിങ്ങളെ പേര്, സൈറ്റ്, നിങ്ങളെ ലോഗോ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ടൈമിൽ മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷന്, സ്ലോഗൻ, കീവേഡ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, UPI ID അതെല്ലാം ഇടുന്ന മാറ്റാം. പിന്നെ പേജിൻ്റെ ഡിസൈൻ, പേജിൻ്റെ കളർ ഇത് വേണമെങ്കിൽ വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന ഇമേജസ് അല്ലേ ഇപ്പോൾ നമ്മളുള്ള വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ഫോട്ടോ ഇല്ലല്ലേ അത് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഓഫർ വരുന്ന സമയത്ത് മാറ്റിക്കൊടുക്കുക. ഒന്ന് കൂടുതൽ ആഡ് ചെയ്തുകൊടുക്കുക. അത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ലാംഗ്വേജിൻ്റെ സപ്പോർട്ടുണ്ട്. തൽക്കാലം ഇംഗ്ലീഷ്, അറബി, മലയാളമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ കളയാൻ അല്ലെങ്കിൽ അവിടെ എന്നിട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതെല്ലാം കറൻസീസ്, പേയ്മെൻറ്റ് മെത്തേഡ്സ്, COD അഡ്വാൻസ്, ഓൺലൈനിൽ ക്യാഷ് ഓൺ ഡെലിവറി, പിന്നെ ഡെലിവറി ഡേറ്റ്, അതിൻ്റെ ഷിപ്പിംഗ് പ്രൈസ് നിങ്ങൾ സെറ്റ് ചെയ്താക്കണം. നിങ്ങൾക്ക് എത്രയാണ് എങ്ങനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് വേണമെന്ന് വെച്ചാൽ. പിന്നെ ഇതെല്ലാം കുറച്ച് സേവ് സെറ്റിങ്സ് കൊടുത്താൽ അത് നമ്മൾ ഇതാക്കില്ല. സേവ് സെറ്റിങ്സ് കൊടുത്താൽ സാധനം അപ്ഡേറ്റ് ആവും. എന്നിട്ട് നിങ്ങൾ മറ്റേ ഇപ്പോൾ കളർ മാറിയണ്ട, അത് നിങ്ങൾ മറ്റേ സൈറ്റ് എടുത്താലേ ഫുൾ കളറും മാറും, എല്ലാം മാറും. പിന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇനി കുറച്ച് ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് സെല്ലേഴ്സിന് ഒരു പ്രൈസും, പിന്നെ നിങ്ങളെ കസ്റ്റമേഴ്സിന് വേറെ പ്രൈസും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. പിന്നെ നിങ്ങൾ പറഞ്ഞ പ്രിൻ്റ് എടുക്കാൻ എളുപ്പത്തിലും, പിന്നെ DTI/DCൻ്റെ അതും വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ അതെല്ലാം വെച്ചിട്ട് പറയാം. ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതാക്കാൻ തുടങ്ങാം.